SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് എ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1 റിനൈൻസസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന ടോപ്പിക്കിലെ കേരള റിനൈൻസസിൻ്റെ ഭാഗമായിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരള റിനൈൻസസിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ 2, 3, 4 ക്ലാസ്സിൻ്റെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് കേരള റിനൈൻസസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 81 29 529 102 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ പേരും ജില്ലയും മെസ്സേജ് അയച്ചാൽ കോഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. കേരള റിനൈൻസസ്. ഇവിടെ കേരള റിനൈൻസസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ ഏകദേശം 20ഓളം നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇവരുടെ ആ ഒരു ജനിച്ച വർഷം അടിസ്ഥാനമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഓർഡറിൽ. ആദ്യം കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 അദ്ദേഹം ജനിക്കുന്നത്, 1805. അയ്യ വൈകുണ്ഠർ 1809 അദ്ദേഹം ജനിക്കുന്നത്. തൈക്കാട് അയ്യ 1814. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1825. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി 1852. ചട്ടമ്പി സ്വാമികൾ 1853. ശ്രീനാരായണ ഗുരു 1856. അയ്യങ്കാളി 1863. ഡോക്ടർ പി പൽപ്പു 1863. കുമാരനാശാൻ 1873. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 അദ്ദേഹം ജനിക്കുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള 1878. മന്നത്ത് പത്മനാഭനും 1878. പൊയ്കേൽ യോഹന്നാൻ 1879. അതുപോലെ കുറുമ്പൻ ദൈവത്താൻ 1880. വാഗ്ബടാനന്ദ 1885. പണ്ഡിറ്റ് കറുപ്പനും 1885. സഹോദരൻ അയ്യപ്പൻ 1889. VT ഭട്ടത്തിരിപ്പാട് 1896. AK ഗോപാലൻ 1904. അപ്പൊ നമുക്കിവിടെ പ്രധാനപ്പെട്ട 20 നവോത്ഥാന നായകന്മാരെ കുറിച്ച് വിശദമായിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ നവോത്ഥാന നായകനിലേക്ക് നമുക്ക് പോവാം. ആദ്യം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം 1805 ഇദ്ദേഹം ജനിക്കുന്നത്. 1871 1805 1871 ഇദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ള കേരള റിനൈൻസസ് ലീഡേഴ്സിന്റെ ഒക്കെ ഇവരുടെ ഒരു കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇവരുടെ ജന്മദിനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കുക 1805 കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് അയ്യ വൈകുണ്ഠർ 1809. പിന്നെ ആ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക കേട്ടോ. 1814 തൈക്കാട് അയ്യ. പിന്നെ 1825 ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നെ ഈ 1825 ഒന്ന് തിരിച്ചിട്ടാൽ മതി, അല്ല 25 തിരിച്ചിട്ട് 52. പിന്നെ ആരായി? ബ്രഹ്മാനന്ദ ശിവയോഗി 1852. പിന്നെ തൊട്ടടുത്ത വർഷം 1853 ചട്ടമ്പി സ്വാമികൾ. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് 1856 ശ്രീനാരായണ ഗുരു. പിന്നെ 1863 അയ്യങ്കാളി, 63 ഡോക്ടർ പൽപ്പു. അപ്പൊ അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പു 1863 ജനിക്കുന്നത്. കുമാരനാശാൻ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാണ് 1873. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും കുമാരനാശാനും 1873. ഇനി നോക്കുക, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ 1878 അവർ രണ്ടുപേരും ജനിക്കുന്നത്. പൊയ്കേൽ യോഹന്നാൻ 1879. കുമാരൻ ദൈവത്താൻ 1880. 1885 രണ്ടുപേരുണ്ട്. വാഗ്ബടാനന്ദ, പണ്ഡിറ്റ് കറുപ്പൻ. 1889 സഹോദരൻ അയ്യപ്പൻ. 1896 VT ഭട്ടത്തിരിപ്പാട്. 1904 AK ഗോപാലൻ. അപ്പൊ ഇത് ശരിക്കൊന്ന് പഠിച്ചു നോക്കുക. ഇവരുടെ ആ ഒരു കറക്റ്റ് ആ ടൈം ലൈൻ അനുസരിച്ച് ആദ്യം ജനിച്ചതാര്, അങ്ങനെ ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം പാർട്ട് എയിലെ റിനൈൻസസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മളത് പഠിച്ചു വെക്കേണ്ടത്.
ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ പാർട്ട് ബിയിലൊക്കെ കേരള റിനൈസൻസിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പാർട്ട് എയിലാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ HSA എക്സാമിനും ഈ ക്ലാസ് ഉപകാരപ്പെടുന്നതാണ്, സോഷ്യൽ സയൻസിന് മാത്രം ഉള്ളതല്ല. അപ്പൊ കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 1871. നമുക്ക് നോക്കാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ബോൺ ഓൺ 10th February 1805 at കൈനിക്കര in ആലപ്പുഴ, the son of ഐക്കോ കുര്യാക്കോസ് ആൻഡ് മറിയം തോപ്പിൽ. എന്നാണ് അദ്ദേഹം ജനിക്കുന്നത്? 1805 ഫെബ്രുവരി 10-ാം തീയതിയാണ്. ആലപ്പുഴയിലെ കൈനിക്കരയിൽ അദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവാരായിരുന്നു? ഐക്കോ കുര്യാക്കോസും മറിയം തോപ്പിലുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. ഓക്കെ, അപ്പൊ ആ ജനിച്ച വർഷം നോക്കുക. എവിടെയാണ്? 10th February 1805 കൈനിക്കര. കൈനിക്കര എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഫാദർ ഓഫ് ലിറ്ററസി ഇൻ കേരള, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഈ തേർഡ് പോയിന്റ് നോക്കാം. ഹി വാസ് ദ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് എ പ്രിന്റിംഗ് പ്രസ് ഇൻ കേരള വിത്തൗട്ട് ഫോറിൻ സപ്പോർട്ട്. ആ വിദേശികളുടെ ഒരു സഹായം ഇല്ലാതെ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ആ പ്രസിന്റെ പേരെന്താണ്? സെന്റ് ജോസഫ് പ്രസ് ആണ് ഇതിന്റെ പേര്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് മന്നാനം ഇൻ കോട്ടയം. ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഫ്രം ദ പ്രസ് വാസ് ജ്ഞാനപീയൂഷം ഓർ ജ്ഞാന നിക്ഷേപം 1848 1848. 1848 മന്നാനം കോട്ടയത്ത് വെച്ച് ആദ്യത്തെ അതിൽ പ്രിന്റ് ചെയ്ത പുസ്തകം ഏതായിരുന്നു? ജ്ഞാനപീയൂഷം അല്ലെങ്കിൽ ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്ന പുസ്തകം 1848 1848. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഈ ജ്ഞാനപീയൂഷം ആണ് ആദ്യത്തെ പുസ്തകം. മന്നാനം കോട്ടയത്ത് വെച്ച് ആദ്യം പ്രിന്റ് ചെയ്യുന്ന പുസ്തകം 1848. ഇനി അതുപോലെ തന്നെ ദീപിക is the oldest daily in Kerala, was printed for the first time in this press 1887. നമുക്കറിയാം ദീപിക കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പത്രമായിരുന്നു ഇത്, നമ്മുടെ ദീപിക. ദീപിക ദ ഓൾഡസ്റ്റ് ഡെയിലി ഇൻ കേരള വാസ് പ്രിന്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് പ്രസ് 1887. 1887 ദീപികയും ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ സെന്റ് ജോസഫ് പ്രസ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ച ഈ പ്രസ്സിലായിരുന്നു ദീപികയും പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1887. ആ വർഷവും പഠിച്ചു വെക്കുക, മാറാൻ പാടില്ല. അടുത്ത പോയിന്റിലേക്ക് പോവാം. He was the co-founder and the first prayer general of the first congregation for men in the Syro Malabar Catholic Church, now known as Carmelite of Mary Immaculate (CMI) in 1831, and of a similar one for women, the Congregation of the Mother of Carmel (CMC) in 1866. ഇങ്ങനെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഭ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നു അതിന്റെ ജനറലും അദ്ദേഹമായിരുന്നു അതിന്റെ ഫൗണ്ടറും. ആരായിരുന്നു? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിരുന്നു. അങ്ങനെ പ്രത്യേകമായിട്ട് പുരുഷന്മാർക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് ഇത് സീറോ മലബാർ കത്തോലിക് ചർച്ച്. അതന്നെയാണ് ഇത് കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് CMI ഇൻ 1831. 1831 ഇത് പുരുഷന്മാരുടെ ഒരു വിഭാഗം അദ്ദേഹം രൂപീകരിക്കും. അതുപോലെ തന്നെ അതിന്റെ സ്ത്രീകളുടെ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. അത് 1866. അതിന്റെ പേരെന്താണ്? കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാമൽ CMC. അപ്പൊ CMI CMC. CMI 1831 CMC എന്നാണ് 1866 അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇദ്ദേഹമാണ് അതിന്റെ പ്രയർ ജനറലും അതുപോലെ തന്നെ അതിന്റെ കോ ഫൗണ്ടറുമായിരുന്നു ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. He first introduced a system called a school along with every church. So schools in Kerala are also called Pallikudam. Palli means church. Okay, അപ്പോൾ ആദ്യമായിട്ട് ഓരോ പള്ളിയിലും ഓരോ വിദ്യാലയം, ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോഴായിരിക്കും ഇതൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്നാൽ ഇത് ഈസിയാണ്. ഈ പോയിന്റ് ഒക്കെ നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഈ introduced പിഡിയറി സിസ്റ്റം എ സ്മോൾ എമൗണ്ട് ഓഫ് റൈസ്. പിഡിയറി സമ്പ്രദായമൊക്കെ ആരാ കൊണ്ടുവന്നത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഹി സ്റ്റാർട്ടഡ് സംസ്കൃത് വിദ്യാലയ ഇൻ 1846. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സംസ്കൃത വിദ്യാലയം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം തുടങ്ങുന്നുണ്ട്. 1846 അദ്ദേഹം തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് ഈ 1846 സംസ്കൃത് വിദ്യാലയം അദ്ദേഹം തുടങ്ങുന്നത്. ഇനി കുറച്ച് പോയിന്റ് കൂടി നോക്കാം. ചാവറ ഡയഡ് ഓൺ
January 1871, aged 65 at കൂനന്മാവ് എറണാകുളം. ഓക്കെ, അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ്? കൈനിക്കര ആലപ്പുഴയിലും അദ്ദേഹം മരണപ്പെടുന്നത് കൂനന്മാവ് എറണാകുളത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 3 January 1871 അദ്ദേഹം മരണപ്പെടുന്നതെന്നാണ് 1871 3 January. എന്നാൽ അദ്ദേഹം ജനിക്കുന്നത് February 10-നാണ്. February 10 1805, അവിടെ നിന്നാണ് തുടക്കം കേട്ടോ. 1805 February 10 അദ്ദേഹം ജനിക്കുന്നു. 1875 1871 January 3 അദ്ദേഹം മരണപ്പെടുന്നു. 65-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എവിടെയാണ് മരണപ്പെടുന്നത്? കൂനന്മാവ് എറണാകുളത്ത് വെച്ചാണ് മരണപ്പെടുന്നത്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി പ്രധാനപ്പെട്ട പോയിന്റുകളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ബിയാറ്റിഫൈഡ് അലോങ് വിത്ത് സെന്റ് അൽഫോൻസ on 8 February 1986 at മന്നാനം ബൈ പോപ്പ് ജോൺ പോൾ II. ബിയാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. എന്നാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്? 1986 February 8-നാണ്. 1986 February 8-ന് നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സിസ്റ്റർ അൽഫോൻസയുടെ കൂടെ വിശുദ്ധനായിട്ട് എന്ത് ചെയ്യുന്നു? വിശുദ്ധനായിട്ടല്ല, വാഴ്ത്തപ്പെട്ടവൻ. ബിയാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴ്ത്തപ്പെട്ടവനായിട്ട് അദ്ദേഹത്തെ ബിയാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവൻ. എന്നാൽ കാനനൈസ്ഡ് വരുന്നുണ്ട്, വിശുദ്ധനായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ച വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ബിയാറ്റിഫൈഡും കാനനൈസ്ഡും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ബിയാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് അദ്ദേഹത്തെ 1986 February 8 ആരാണ്? പോപ്പ് ജോൺ പോൾ II അദ്ദേഹമാണ് വാഴ്ത്തപ്പെട്ടവനായിട്ട് സിസ്റ്റർ അൽഫോൻസയുടെ കൂടെ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത്, ബിയാറ്റിഫൈഡ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് മനസ്സിലാക്കി നോക്കുക. ഇവിടെ കൺഫ്യൂഷൻ വരാൻ നല്ല സാധ്യതയുണ്ട് ഇനി പറയാൻ പോകുന്ന പോയിന്റുകളിൽ. മാത്രമല്ല 1987 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂഡ് കൊമമറേറ്റീവ് സ്റ്റാമ്പ്. അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് 1987 1987 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കി. 1987 അപ്പോ 1986 അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, February 8. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കോളൂ. ഇവിടെയാണ് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് കാനനൈസ്ഡ് ബൈ പോപ്പ് ഫ്രാൻസിസ് ഇൻ 2014 November 23 അലോങ് വിത്ത് മദർ ഏവുപ്രാസ്യ. ഓക്കെ, ഈ മദറിന്റെ പേരെന്താണ്? ഏവുപ്രാസ്യ. എന്നാണ്? 2014 November 23 പോപ്പ് ഫ്രാൻസിസ് നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയും ഏവുപ്രാസ്യയും കാനനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നതിനാണ് കാനനൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയാറ്റിഫൈഡ് വാഴ്ത്തപ്പെടുക, കാനനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് 2014 November 23 ആരാണ്? ഇത് പോപ്പ് ഫ്രാൻസിസ് ആണ് കേട്ടോ. അവിടെ പോപ്പ് ജോൺ പോൾ II ആയിരുന്നു, ഇവിടെ പോപ്പ് ഫ്രാൻസിസ് ആണ്. 2014 വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു, കാനനൈസ്ഡ്. ഇതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും വരിക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് കാനനൈസ്ഡ് ബൈ പോപ്പ് ഫ്രാൻസിസ് ഇൻ 2014 November 23 അലോങ് വിത്ത് മദർ ഏവുപ്രാസ്യമ്മ. ഓക്കെ, അപ്പൊ ഈ ഒരു ഏവുപ്രാസ്യയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഇവർ ജനിക്കുന്നത്? നമ്മുടെ ഏവുപ്രാസ്യമ്മ ജനിക്കുന്നത് 17 October 1877 എവിടെയാണ്? അരനാട്ടുകര, തൃശ്ശൂർ ജനിക്കുന്നത്. മരിക്കുന്നത് 1952 August 29 അവര് മരണപ്പെടുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ജനനവും മരണവും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. ഇനി ഇദ്ദേഹത്തിന്റെ നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ആത്മാനുതാപം, അനസ്താഷ്യയുടെ രക്തസാക്ഷ്യം, നലകമകളെ, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പന്റെ ചാവരുൾ. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കേട്ടോ. അതൊക്കെ നോക്കി അതൊന്ന് ശരിക്കും അതിന്റെ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു 3-4-5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഇത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ആത്മാനുതാപം, അനസ്താഷ്യയുടെ രക്തസാക്ഷ്യം, നലകമകളെ, അതുപോലെ തന്നെ ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പന്റെ ചാവരുൾ. ഓക്കെ, ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ആ പുസ്തകങ്ങളാണ്. ആ ഒരു കുര്യാക്കോസ് ഏലിയാസ് ചാവറയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നലകമകളെ ഒക്കെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന
അദ്ദേഹത്തിന്റെ വർക്കുകളാണ്. ഓക്കെ, ഇനി ഇവിടെ അദ്ദേഹത്തിന്റെ ബുക്ക് അബൌട്ട് ചാവറ, ചാവറ അച്ഛനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒന്ന് ജീവിതം തന്നെ സന്ദേശം, ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം ഈസ് ദ ബയോഗ്രഫി റിട്ടൺ ബൈ MK സാനു. അത് പ്രധാനപ്പെട്ടതാണ്. ആരാണ് ജീവിതം തന്നെ സന്ദേശം എന്ന പുസ്തകം എഴുതിയത്? ആരാണ്? നമ്മുടെ MK സാനു ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്, ജീവിതം തന്നെ സന്ദേശം എന്ന് പറയുന്ന പുസ്തകം. ഇനി എ പേൾ ടു ഇന്ത്യൻ ആരാണ് എഴുതിയത്? FR തോമസ് പന്തപ്ലാക്കൽ, എ പേൾ ട്രൂലി ഇന്ത്യൻ അല്ലേ? ഈ പുസ്തകം എഴുതിയത് ആരാണ്? FR തോമസ് പന്തപ്ലാക്കൽ. ഓക്കെ, പന്തപ്ലാക്കൽ. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി അടുത്ത ഒരു പുസ്തകമുണ്ട്, ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം. ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം, KC ചാക്കോയാണ്. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നമുക്കറിയാം. ഈ പുസ്തകം എഴുതിയത് ആര് എന്നുള്ള രീതിയിൽ ഒരു 2-3 തന്നിടത്തിൽ ശരിയായത് ഏതെല്ലാം, അല്ലെങ്കിൽ തെറ്റായത് ഏതെല്ലാം, അല്ലെങ്കിൽ ചേരുപടി ചേർക്കാനൊക്കെ മാച്ച് ദ ഫോളോവിങ്ങിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇത് വരും അല്ല. ഇപ്പൊ ഈ പേൾ ട്രൂലി ഇന്ത്യൻ, അതുപോലെ ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം, ജീവിതം തന്നെ സന്ദേശം. അപ്പൊ അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ചാവറ അച്ഛന്റെ പുസ്തകം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഇവിടെ MK സാനു, FR തോമസ് പന്തപ്ലാക്കൽ, KC ചാക്കോ, അങ്ങനെ ഒരു 2 പേര് കൂടി പിന്നെ വന്നു കഴിഞ്ഞാൽ അത് ആരൊക്കെയാണെന്നുള്ള രീതിയിൽ എഴുതാനൊക്കെ നമുക്ക് വരും. അപ്പൊ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ചെയ്ത് തന്നെയാണ് എന്നുള്ളത് ഇത് പഠിച്ചു വെക്കാനുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് വരാം, ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി പഠിക്കാനില്ല. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനാലിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, കുറച്ചൊരു ടീച്ചിങ് എക്സാമുകളൊക്കെ ഈ അടുത്ത് നടന്നിട്ടുള്ള പല എക്സാമുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ചോദ്യത്തിന്റെ ലെവൽ എന്താണെന്നുള്ളതൊക്കെ. ഈ ഒരു ഇത്ര പോയിന്റുകളൊക്കെ തന്നെയാണ് എന്തുള്ളത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്കറിയാം, റിനയാൻസസ് എന്ന് പറയുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോ ഇനി ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം പ്രൈവറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇനി ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ബാക്കി തുടർച്ച ഇനി നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാനുണ്ട്. നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ SS വേൾഡ് അക്കാദമിയുടെ നോട്ടുകളാണ്. SS വേൾഡ് അക്കാദമി HSA സോഷ്യൽ സയൻസിന്റെ ഇത് പാർട്ട് 1 റിനയാൻസസ് ഫ്രീഡം മൂവ്മെന്റിലെ കേരള റിനയാൻസസിന്റെ നോട്ട് മാത്രമാണ്. നിങ്ങൾ നോക്കുക, വളരെ വൈഡ് ആയിട്ടാണ് എന്തുള്ളത് നോട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഓരോ നിങ്ങൾ നോക്കുക, കുര്യാക്കോസ്, ഏലിയാസ് ചാവറ, ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയത്. അതൊക്കെ ഇനി കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഈ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുക. ഇത്രയും ഡീറ്റെയിൽ ചെയ്തുള്ള നോട്ടുകൾ എന്ത് ചെയ്യും? ഓരോ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചില വീഡിയോ ഒക്കെ 2-3 പാർട്ട് ഉണ്ടാവും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ ആ ക്ലാസ് ടോപ്പിക്ക് കഴിഞ്ഞാൽ അതിന്റെ ഈ പ്രിന്റ് എടുക്കാവുന്ന നോട്ടും, അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ സ്ലൈഡ് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ സ്ലൈഡ് മൊബൈൽ ഫോണിൽ നോക്കി വായിക്കാൻ പറ്റുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ നോട്ടുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നോട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഈ കോഴ്സിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് 8129529102. നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 500 രൂപയാണ് നമ്മുടെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ചെറിയൊരു ഫീ ആണ് നമ്മൾ മൊത്തത്തിൽ കോഴ്സ് ഫീ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല എക്സാം വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു 5-6 മാസം കൊണ്ട് നമ്മൾ സിലബസ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ട് പിന്നെ ബാക്കി എക്സാം വരെയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും? മോഡൽ ക്വസ്റ്റ്യനും മാത്രമല്ല അതിന്റെ റിവിഷനും ആയിരിക്കും. ഇപ്പൊ സാധാരണ നമ്മളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു, അതിന്റെ വീഡിയോ, അതിന്റെ PPT, അതിന്റെ PDF പ്രിന്റ് എടുക്കാനുള്ളത്, അതിന്റെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഈ രീതിയിലായിരിക്കും. എല്ലാ മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.